ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ ഇനിയും ചർച്ചകൾക്ക് സമയമുണ്ടെന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPIയുടെ ആവശ്യം അനവസരത്തിലുള്ളതായിരുന്നുവെന്നും LDF കൺവീനർ. എന്നാൽ ഇനി ചർച്ചയില്ലെന്നായിരുന്നു പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. പ്രതിപക്ഷ ഉപനേതൃത്വ പദവി CPI വഹിച്ചിരുന്ന ഒരു പദവിയാണ്. CPI ഒരു പുതിയ ആവശ്യം ഉന്നയിച്ചു. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരസ്പര കൂടിയാലോചനയോടെ പരിഹരിക്കുക എന്നുള്ളതാണ്. പരസ്പര ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഈ മുന്നണിക്കകത്തുള്ള എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ ശ്രമമാണ് ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ളത്. തുടർന്നും ആ ശ്രമം ഞാൻ ഈ കാര്യത്തിൽ നടത്തി മുമ്പോട്ട് പോകും. ഇത് LDFന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ ഉപനേതാവ് വരും. ആ കത്ത് ഞാൻ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാവണം. അതൊക്കെ ബോധ്യപ്പെടും, ഒരു പ്രശ്നം. ബാക്കി പിന്നെ പറയും, കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കേണ്ടത്, കത്ത് കൊടുക്കും. അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. ഒരു മാറ്റമുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനകളിൽ CPM കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. പ്രസ്താവന അനവസരത്തിലാണെന്നും ഇടതൈക്യത്തിന് വിള്ളലുണ്ടാക്കാൻ അവസരമൊരുക്കുന്ന നടപടിയെന്നുമാണ് വിലയിരുത്തൽ. നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ഇതിനിടെ പിണറായി വിജയന്റെ പ്രതികരണത്തിൽ കടുത്ത വിമർശനവുമായി മുതിർന്ന CPM നേതാവ് C ദിവാകരൻ രംഗത്തെത്തി. പിണറായിയല്ല CPMന്റെ അവസാന വാക്കെന്ന് C ദിവാകരൻ തുറന്നടിച്ചു. വഴിയെ പോകുന്നവർക്ക് മറുപടിയില്ല എന്നും CN മോഹന്റെ വിമർശനത്തിന് പരിഹാസമുണ്ട്. ഒരു വ്യക്തി വിചാരിച്ചാൽ മുന്നണി സമവാക്യം മാറില്ല എന്ന് VS സുനിൽകുമാർ പ്രതികരിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ചോരയും നീരും കൊടുത്ത ഒരു പാർട്ടിയാണ് CPI ഇല്ലെങ്കിൽ ഏത് LDF ആണ്? ആര് പറഞ്ഞു LDF? 24 മണിക്കൂർ ഉണ്ടാവില്ല CPI ഇല്ലെങ്കിൽ LDF എന്ന് പറയുന്നത്. CPM സ്റ്റേറ്റ് കമ്മിറ്റിയില്ലേ, ഘടകമില്ലേ? പിണറായി വിജയൻ ഘടകമല്ലല്ലോ, അദ്ദേഹം ഒരു നേതാവല്ലേ? അല്ല, നടക്കണമല്ല. ആരുടെയും വ്യക്തിപരമായ അഭിപ്രായം അല്ലല്ലോ പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ലേ? അവർക്ക് നല്ല ലീഡർഷിപ്പ് ഇല്ലേ? ഒന്നാമത്തെ കാര്യം, ഈ 1-ാം തീയതി എക്സിക്യൂട്ടീവ് കൂടുന്നവർ എനിക്കറിയില്ല. പിന്നെ ഇത് പ്രതിപക്ഷ ഉപനേതാവുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു മുന്നണി തകർച്ചയിലേക്കോ മുന്നണി ഇല്ലാതാവുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചർച്ചയായിട്ട് നിങ്ങൾ ആരും കരുതണ്ട. ആ തർക്കങ്ങൾ അതിന്റെ രാഷ്ട്രീയത്തെയോ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെയോ അത് ഉലയ്ക്കുമെന്നോ അത് ബാധിക്കുമെന്നൊന്നും ആരും പ്രാഥമികമായി പോലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഉണ്ടാകാനും പോകുന്നില്ല. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ CPIക്കോ CPMനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഒരു വ്യക്തി വിചാരിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ വിചാരിച്ചാലോ കഴിയുന്ന കാര്യമല്ല. അതിനിടയിൽ പലപ്പോഴും ഇതുപോലെയുള്ള പല തർക്കങ്ങളും ഉണ്ടാവും. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയവുമായ ശേഷി CPIക്കും CPMനും ഉണ്ട്. അപ്പൊ അത് ആ നിലയിൽ തന്നെ പോകുമെന്ന് മാത്രം കരുതിയാൽ മതി. അതുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ വരുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. റഹീസ് റഷീദും നോബിൾ മാരിക്കാരനും സായ്കുമാറും വിവരങ്ങളുമായുണ്ട്. റഹീസ് റഷീദിലേക്ക് ആദ്യം പോവുകയാണ്. റഹീസ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പ്രതികരണം LDF കൺവീനറുടേതാണ്. കൺവീനർ എന്താണ് പ്രതികരിക്കാത്തത് എന്നുള്ള ചർച്ചകൾക്കിടെയാണ് ഇപ്പോൾ കൺവീനറുടെ ഇന്നത്തെ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ചർച്ചയുണ്ടാകും എന്നുള്ളതാണ്. അതായത് പിണറായി വിജയൻ ഈ ഒരു ചർച്ചയുമില്ല, തീരുമാനമായി കഴിഞ്ഞു എന്ന് പറഞ്ഞതിൽ നിന്നും കൺവീനർ മാറി ചിന്തിക്കുന്നു, മാറി പ്രതികരിക്കുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സ്മൃതി, അങ്ങനെ കരുതണം. പക്ഷെ അതിനകത്തൊരു പ്രശ്നം, ഇനി ചർച്ചയുണ്ടാകുമെന്ന് TP രാമകൃഷ്ണൻ ഉദ്ദേശിച്ചത് പ്രതിപക്ഷ ഉപനേതാവ് പദവി നൽകാതെ CPIയെ അവർ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറ്റി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അനുനയിപ്പിച്ച് ഒപ്പം കൂട്ടുക എന്നതാണോ LDF കൺവീനറുടെ മനസ്സിലുണ്ടായ ചർച്ച എന്ന കാര്യത്തിൽ വ്യക്തമല്ല. അതല്ല, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച ചർച്ചയ്ക്ക് ഇനിയും സ്കോപ്പ് ഉണ്ട് എന്നതാണ് TP രാമകൃഷ്ണൻ ഉദ്ദേശിച്ചതെങ്കിൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പറഞ്ഞത് തള്ളുന്ന ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ. കാരണം പിണറായി അതിനകത്ത് ഇനി ഒരു മാറ്റവുമില്ല, അത് തീരുമാനം എടുത്തതാണ്. CPIMന്റെ പ്രതിനിധി നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്ത് ഉണ്ടാകുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പിണറായി വിജയൻ വ്യക്തമാക്കിയതാണ്. അതിന് പിന്നാലെ ഇനിയും അതിൽ ചർച്ചയുണ്ട് എന്ന് TP രാമകൃഷ്ണൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ അത് പിണറായി വിജയനെ തള്ളുന്ന ഒരു നിലപാടാണ് എന്ന് പറയേണ്ടി വരും.
CPIക്ക് ഇതിനകത്തൊരു പരാതി ഉണ്ടായിരുന്നത് LDFിലെ മുഴുവൻ കക്ഷികളെയും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകേണ്ട നേതാവാണ് LDF കൺവീനർ. CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവും ആയതുകൊണ്ട് TP രാമകൃഷ്ണൻ CPIഎം നിലപാട് മാത്രം എടുക്കരുത് എന്ന് CPIയുടെ നേതാക്കൾക്ക് പലർക്കും അഭിപ്രായമുണ്ടായിരുന്നു. അതുകൂടി മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരുപക്ഷെ ചർച്ചകൾ നടത്താം, പിന്നീട് തീരുമാനിക്കാമെന്ന മറുപടി TP രാമകൃഷ്ണൻ പറഞ്ഞത് എന്നാണ് നമ്മൾ കരുതേണ്ടത്. CPIയെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒട്ടും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ആ പാർട്ടി നിൽക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ, അതായത് 1-ാം തീയതി ഡൽഹിയിൽ നേതാക്കൾ കൂടിയാലോചന നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് എക്സിക്യൂട്ടീവ് എന്ന പേരുള്ള ഒരു ബോഡി, ആ ബോഡിയിലുള്ള എല്ലാവരും കൂടിയാലോചനയിൽ ഉണ്ടാവും. അത് പേരിട്ട് എക്സിക്യൂട്ടീവായി വിളിച്ചിട്ട് കൂടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അവർ തീരുമാനമെടുത്തിട്ടില്ല. എന്തായാലും 1-ാം തീയതി ഡൽഹിയിൽ നേതൃയോഗം ചേരുന്നുണ്ട്. ആ നേതൃയോഗത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ സംസ്ഥാന ഘടകം എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ധാരണ അവിടെ ഉണ്ടാകും. അത് 2-3 തീയതികളിൽ ദേശീയ എക്സിക്യൂട്ടീവ് ഡൽഹിയിൽ ചേരുന്നുണ്ട്. ദേശീയ എക്സിക്യൂട്ടീവിൽ സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം അറിയിക്കുകയും അവരുടെ കൂടി അഭിപ്രായം അനുസരിച്ച് പിന്നീട് മുന്നോട്ട് പോവുക എന്നതാണ് ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകളുടെ തീരുമാനം. ഡൽഹിയിൽ 1-ാം തീയതി ഡൽഹി ചലോ എന്ന പേരിൽ കേന്ദ്ര നേതൃത്വത്തിനെതിരെ ഒരു സമരമുണ്ട്. അതുകൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ അവർ നിൽക്കുന്നത്. LDFുമായി ഒരു തരത്തിലും മുന്നോട്ട് പോകേണ്ടതില്ല. അതായത് LDF വിട്ടു പുറത്തേക്ക് വരിക എന്നതല്ല, LDFിനകത്ത് നിൽക്കുമ്പോൾ തന്നെ LDFിന്റെ ഒരു പരിപാടിയുമായും യോജിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് അവർ എത്തി നിൽക്കുന്നത്. ഒപ്പം നിയമസഭയ്ക്കകത്ത് പ്രത്യേക ബ്ലോക്കായി ഇരിക്കുക എന്ന തീരുമാനവുമുണ്ട്. സി ദിവാകരന്റെ വാക്കുകളിൽ LDF സംബന്ധിച്ച ഒരു കാര്യമുണ്ട്, CPI ഇല്ലാത്ത എന്ത് LDF, അങ്ങനെ ഒരു LDF ഉണ്ടെങ്കിൽ 24 മണിക്കൂർ പോലും ഉണ്ടാകില്ല എന്ന് സി ദിവാകരൻ പറഞ്ഞത് ഇതിന്റെ കൂടി. സി ദിവാകരൻ എപ്പോഴും കടുപ്പിച്ച് പ്രതികരിക്കുന്ന ഒരാളാണ്. അത്തരം പ്രതികരണങ്ങൾ മറ്റ് CPI നേതാക്കളും കൂടി വരുമോ എന്നാണ് അറിയേണ്ടത്.